ഇത് നമ്മൾ ചിക്കൻ കൊണ്ടാട്ടമല്ല ഉണ്ടാക്കുന്നത്. ഇതൊക്കെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ചേർക്കുന്നത്? ഇത് നമ്മൾ കോൺഫ്ലവറിൻ്റെ പൊടി, ചിക്കൻ കൊണ്ടാട്ടത്തിലേക്കുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഈ പേസ്റ്റ് ഇതിലേക്ക് ഇടാന്നല്ലേ? ഇത് ചിക്കൻ കൊണ്ടാട്ടത്തിലേക്കുള്ള വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്. എത്ര ഇടണം? ഒരു 2 ടീസ്പൂൺ. 2 ടീസ്പൂൺ ഇട്ടാൽ മതി. ചിക്കൻ കൊണ്ടാട്ടത്തിലേക്ക് ഉള്ള പച്ചമുളക്, തക്കാളി ഇത് പേസ്റ്റാക്കി ആഡ് ചെയ്യാം. ഈ തക്കാളിയും പച്ചമുളക് പേസ്റ്റ് ഇത് നമ്മൾ ചിക്കൻ കൊണ്ടാട്ടത്തിലേക്ക് ആഡ് ചെയ്യും. ഒരു 3 ടീസ്പൂൺ. 3 ടീസ്പൂൺ. ചിക്കൻ കൊണ്ടാട്ടത്തിലേക്കുള്ള സൺഫ്ലവർ ഓയിൽ വറുക്കാൻ. ചിക്കനിൽ വറുത്തെടുക്കാതെയും ചെയ്യാം, എളുപ്പപ്പണിയുണ്ട്. അത് വറുത്തെടുത്താകുമ്പോൾ ഒന്നും കൂടി ഒരു ടേസ്റ്റ് വരുമെന്ന് മാത്രം. വെളിച്ചെണ്ണ. എണ്ണ ചൂടാതിന് ശേഷം വലിയ ജീരകം, ആവശ്യത്തിന് വലിയ ജീരകം. ഉണക്കമുളക് ഇതിങ്ങനെ വറുക്ക ചെയ്യാം. ചിക്കൻ കൊണ്ടാട്ടം അത് കഴിഞ്ഞാൽ വലിയ ഉള്ളി, മുളകൊന്ന് അതിന് ശേഷം വലിയ ഉള്ളി, പച്ചമുളക്, ക്യാപ്സിക്കൻ, വേപ്പില നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ചേർക്കാം. സോസ്, ടൊമാറ്റോ സോസ്, ചില്ലി സോസ്. ഇതൊക്കെ ആവശ്യത്തിന്. ഇത് 1 കിലോ വെക്കുമ്പോൾ എങ്ങനെ? 1 കിലോ 2 ടീസ്പൂൺ വെച്ചിട്ട് ഇടുക അല്ലേ? സോയാ സോസ് ഇതൊരു 1 ടീസ്പൂൺ മതിയാവില്ല. വറുത്ത് വെച്ച ചിക്കൻ കോഴി ആഡ് ചെയ്യും. ഇത് ഇനി എത്ര നേരം നിൽക്കണം? ഇത് ഇനി ചൂടോടെ കഴിക്കുന്നതാണ്. ഈ ചൂടിലിങ്ങനെ ഇരിക്കുന്നത് എത്ര വെക്കണം? ചെറിയ ചൂടിൽ വെക്കുക. അത് കഴിക്കാൻ. ഇപ്പോൾ കഴിക്കേണ്ട ആവശ്യത്തിന് സ്റ്റെപ്പെടുക്കും ചെയ്യുക.
അതാണ് നമ്മൾ ചിക്കൻ കൊണ്ടാട്ടം. അപ്പോൾ ഇനി ടേസ്റ്റ് നോക്കി ഈ പറയാം. ടേസ്റ്റ് നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇത് ഭയങ്കര സ്മെല്ലാണ്, കഴിക്കാൻ തന്നെ ഇങ്ങനെ തോന്നുകൊണ്ടിരിക്കാൻ. അടിപൊളി. അപ്പം ഇനി ആരും ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറയുന്നത് നമ്മുടെ ഷൗക്കത്താക്കും നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്യുക. ഇനി എന്താവശ്യം ഉണ്ടെങ്കിലും ഷൗക്കത്താക്കും ഉണ്ടെങ്കിലും നമ്മൾ ഇതിൻ്റെ മസാല കൂട്ട് എല്ലാം പറഞ്ഞു തരും. എപ്പോൾ വിളിച്ചു തരുന്നാലും പറഞ്ഞു തരും.